പൂർണ്ണമായും നിയന്ത്രണ വിധേയമാണ്. എല്ലാ സ്ഥലങ്ങളിലും വളരെ ശക്തമായ സാന്നിധ്യമുണ്ട്. ഗവൺമെൻറ്റിൻ്റെ പോലീസും ഫയർഫോഴ്സും റവന്യൂ ഉദ്യോഗസ്ഥന്മാരും വിവിധ ഡിപ്പാർട്ട്മെൻറ്റ്, കൃഷി ഡിപ്പാർട്ട്മെൻറ്റ്, എല്ലാവരും, പഞ്ചായത്ത്, എല്ലാവരും വളരെ സജീവമായിട്ട് തന്നെ പ്രവർത്തിക്കുകയാണ്. ഇപ്പോൾ പല സ്ഥലങ്ങളിലും ഈ വെള്ളം ഒഴുകി വരുന്നതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. അത് ഒഴുക്കി കളയാനുള്ള നീക്കങ്ങൾ ഇപ്പോൾ തണ്ണീർമുക്കം ബണ്ട് തുറന്നു. അതോടൊപ്പം തന്നെ തോട്ടപ്പള്ളി സ്പില്ല് തുറന്നു. കടലിലേക്ക് കൂടുതൽ വെള്ളം പ്രവഹിക്കാനുള്ള നടപടികൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് കുട്ടനാട്, അപ്പർ കുട്ടനാട് മേഖലയിൽ വലിയ തോതിലുള്ള വെള്ളപ്പൊക്കം ഉണ്ടാകാതിരിക്കുന്നതിൻ്റെ കാരണം അതാണ്. പക്ഷെ എന്നാലും ഇപ്പം പമ്പ നദിയിലും അച്ചൻകോവിൽ, മണിമല, ഈ 3 നദികളാണല്ലോ പ്രധാനമായും നമ്മുടെ ഈ പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ടത്. അടുത്ത് ഒഴുകി വരുന്ന വെള്ളത്തിനനുസരിച്ച് അത് കടത്തിവിടാനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കുകയാണ്. ജലനിർഗമന മാർഗങ്ങൾ പൂർണ്ണമായും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് സജീവമാക്കിയിട്ടുണ്ട്. സർക്കാർ എല്ലാം സജീവമായി തന്നെ. രാവിലെ ഞങ്ങൾ 10 മണിക്ക് മുഖ്യമന്ത്രി തന്നെ മീറ്റിംഗ് വിളിച്ചു. ഞാനും ഉണ്ടായിരുന്നു. ബാക്കി എല്ലാ ചാർജ് ഉണ്ടായിരുന്ന മന്ത്രിമാരെല്ലാം ഓൺലൈനിലുണ്ടായിരുന്നു. ചർച്ച ചെയ്ത് കുറേ തീരുമാനം അദ്ദേഹം പ്രഖ്യാപിച്ചല്ലോ. ക്യാമ്പിലുള്ള ആളുകൾക്ക് 10,000 രൂപ, പുനർഗേഹം പദ്ധതി 15 ലക്ഷം രൂപ, അതുപോലെ വീട് പൂർണ്ണമായി നഷ്ടപ്പെട്ടവർക്ക് 4 ലക്ഷമായിരുന്നു, അത് 5 ലക്ഷമാക്കി. അതോടൊപ്പം തന്നെ മെഡിക്കൽ ഫെസിലിറ്റീസ് എല്ലായിടത്തും എല്ലാവർക്കും കൂടെ. അപ്പം അങ്ങനെ സർക്കാർ വളരെ ഉണർന്ന് പ്രവർത്തിക്കുന്ന ഒരു സന്ദർഭമാണിത്. ഞാനിപ്പോൾ ഇന്ന് എൻ്റെ മണ്ഡലത്തിൽ കടലാക്രമണ വിധേയ അരിപ്പാട് തൃക്കുന്നപ്പുഴ പ്രദേശത്ത് പോയിരുന്നു. അത് കഴിഞ്ഞ് തിരുവല്ലയിൽ പോയി, ഇനിയിപ്പോൾ റാന്നിക്ക് പോവാണ്. ഇവിടെ ശ്രീ വിഷ്ണുനാഥിൻ്റെയും അതോടൊപ്പം തന്നെ അബിൻ വർക്കിയുടെയും നേതൃത്വത്തിൽ ഇവിടെ തിരുവല്ലയിൽ നമ്മുടെ വർഗീസ് മാമൻ്റെ നേതൃത്വത്തിലും പഴകുളം മധുവിൻ്റെ നേതൃത്വത്തിലും റാന്നിയിലും ഒക്കെ വളരെ നല്ല നിലയിൽ പ്രവർത്തിക്കുന്നു. ജില്ലാ കളക്ടർ, SP, മറ്റ് ജില്ലാതല ഉദ്യോഗസ്ഥന്മാരൊക്കെ വളരെ ആത്മാർത്ഥമായി തന്നെ പ്രവർത്തിക്കുകയാണ്. ഒരാശങ്കയുടെയും പ്രശ്നമില്ല. വളരെ ഏത് സാഹചര്യത്തെ നേരിടാൻ സർക്കാർ സന്നദ്ധമാണ്. സർക്കാരിൻ്റെ എല്ലാ സംവിധാനങ്ങളും ഉണർന്ന് പ്രവർത്തിക്കുകയാണ്. ഏത് അടിയന്തര സാഹചര്യത്തെയും നേരിടാൻ സജ്ജമാണ്. വാസ്തവത്തിൽ ഇങ്ങനെ ഒരു ദുരന്തമുണ്ടാകുമ്പോൾ ഇത്തരം രാഷ്ട്രീയ വിവാദങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. ഞങ്ങൾ 2018 പ്രളയം ഉണ്ടായപ്പോൾ ഞാൻ അന്ന് പ്രതിപക്ഷ നേതാവ്, ഞാൻ മുഖ്യമന്ത്രിയോടൊപ്പം പ്രളയബാധിത സ്ഥലങ്ങളിൽ പോയ ഒരാളാണ്. ഞങ്ങൾക്ക് പല കാര്യങ്ങളും അന്ന് പറയാനുണ്ടായിരുന്നു, ഞങ്ങളാരും പറഞ്ഞില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് പറഞ്ഞു. ഇപ്പോൾ നമ്മൾ കഴിയുന്നത്ര എല്ലാ പാർട്ടികളും തൽക്കാലം വിമർശനങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കി നിർത്തി ജനങ്ങൾ ക്യാമ്പുകളിൽ കഴിയുകയാണ്. പാവങ്ങൾ, സാധാരണക്കാർ, പാവപ്പെട്ട ആളുകൾ, അവരെ സഹായിക്കാൻ രംഗത്തിറങ്ങാണ് വേണ്ടത്. നമുക്ക് വിമർശിക്കാനൊക്കെ ഒത്തിരി സമയമുണ്ടല്ലോ, ഇപ്പോഴതിൻ്റെ സമയം അല്ലല്ലോ. അപ്പം അതുകൊണ്ട് ദയവായി എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, വിമർശനങ്ങൾ നമുക്ക് മാറ്റിവെക്കാം. വിമർശിക്കാനും സർക്കാരിനെ കുറ്റപ്പെടുത്താനും ഒക്കെ സമയം ധാരാളമുണ്ട്. ക്യാമ്പിൽ കിടക്കുന്ന പാവപ്പെട്ട ആളുകളെ, സാധാരണക്കാരെ സഹായിക്കുന്നതിന് മുൻഗണന കൊടുക്കുക. അതിനുള്ള സമയമുണ്ടല്ലോ, അന്ന് നമുക്ക് നോക്കാം. ഇപ്പം എല്ലാവരും സഹകരിച്ച് ആളുകളെ, ഈ ക്യാമ്പിൽ കിടക്കുന്നവരെയും ക്യാമ്പിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരെയും, അതുപോലെ ഒറ്റപ്പെട്ട് കിടക്കുന്ന ആളുകളുണ്ട്, വെള്ളത്തിൽ ഒറ്റപ്പെട്ട് കിടക്കുന്നവർ, അവർക്കൊക്കെ സഹായം എത്തിക്കാനാണ് ശ്രമിക്കുന്നത്. ഇത് കഴിഞ്ഞ് ഞാൻ റാന്നിക്ക്